ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 1 തീയതി മുതൽ 32 തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കുള്ള സൂര്യസംക്രമം മിഥുനം 1 തീയതി ഞായറാഴ്ച രാവിലെ 6:44 മകരക്കൂറിൽ തിരുവോണം നക്ഷത്രത്തിലാണ്. സൂര്യൻ മിഥുനം രാശിയിൽ മകയിരം, തിരുവാതിര, പുണർദം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. മിഥുനം 1 തീയതി ചന്ദ്രൻ തിരുവോണം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മിഥുനം 32 തീയതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ എത്തുന്നു. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലും ശനി മീനത്തിൽ ഉത്രട്ടാതിയിലും രാഹു കുംഭത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ ഉത്രം നക്ഷത്രത്തിലും ചൊവ്വ ചിങ്ങത്തിൽ മകം പൂരം നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു. ബുധൻ മിഥുനം രാശിയിൽ നിന്നും മിഥുനം 8 തീയതി കർക്കിടക രാശിയിലേക്കും ശുക്രൻ മേടം രാശിയിൽ നിന്നും മിഥുനം 15 തീയതി ഇടവം രാശിയിലേക്കും സംക്രമിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതാസക്തിയും ഭൗതിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ശനിയും വ്യാഴവും അനിഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ വേണം. പ്രതീക്ഷിക്കാത്ത ചെലവുകളോ കടബാധ്യതകളോ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ നിസ്സാരമായി കാണരുത്. 7.5 ശനി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ 11 ഭാവത്തിലെ രാഹുവിൻ്റെ അനുകൂലത്താൽ ഒട്ടൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. യാത്രകൾ കുറയ്ക്കുന്നതാകും ഉചിതം. എന്നാൽ ജോലിയിൽ മെച്ചവും സ്വസ്ഥതയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും മുന്നേറാൻ സാധിക്കും. 5 ഭാവത്തിൽ കുജകേതു യോഗം വരുന്നതിനാൽ അനാവശ്യമായ ചിന്തകളും സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശത്തിനും സാധ്യതയുണ്ട്. ശാരീരിക പ്രശ്നങ്ങളും അലട്ടിയേക്കാം. വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമാശ്വാസങ്ങളും സമ്മർദ്ദങ്ങളും ഇടകലരുന്ന മാസമാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞേക്കില്ല. 12 ശനി പലപ്പോഴും ആലസ്യത്തിനും കർമ്മഭംഗത്തിനും കാരണമാകുന്നതാണ്. അവിചാരിതമായി ചെലവുകളും വന്നുചേരും. 5 ഭാവത്തിലെ കുജകേതു യോഗം അനാവശ്യ കാര്യങ്ങൾക്ക് പിടിവാശി കൂട്ടും. ചിന്തകൾ കാടുകയറും. ദൈവിക കാര്യങ്ങൾക്ക് തടസ്സം വരാൻ ഇടയുണ്ട്. എന്നാൽ ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ലാഭസ്ഥാനത്തെ രാഹുവിൻ്റെ സ്ഥിതിയാൽ രഹസ്യ വരുമാനം വന്നെത്തും. ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയം പുഷ്ടിപ്പെടും. ദാമ്പത്യ സൗഖ്യവും ഭോഗസിദ്ധിയും ലഭിക്കും. ജീവിതത്തോട് തോന്നിയ അനിഷ്ടം ഇഷ്ടമായി മാറുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിഭവങ്ങളും പരാതികളും ഉണ്ടാകും. വേണ്ടപ്പെട്ട ചിലരുടെ അവഗണന
മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിരിക്കും. എങ്കിലും ജീവിതത്തിൻ്റെ താളവും ഒഴുക്കും തടസ്സപ്പെടാതെ തുടരും. കൂടിയ ആലോചനകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായി വരുന്നതാണ്. വാക്കുകൾ പരുക്കനാകാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നതാണ്. മേടക്കൂറുകാർക്ക് രാഹുവും ഇടവക്കൂറുകാർക്ക് ശനിയും അനുകൂല ഭാവത്തിലാണ്. കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയം തെളിയുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ നിന്നും മോശമല്ലാത്ത വരുമാനം ഉണ്ടാകുന്നതാണ്. മേലധികാരികളുടെ അപ്രീതി ഉദ്യോഗസ്ഥരെ വിഷമിപ്പിക്കുന്നതായിരിക്കും. വീട്ടമ്മമാർക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ ലഭിക്കും. അതിഥികളുടെ പ്രശംസാവചനങ്ങൾ കേൾക്കുന്നതാണ്. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അലച്ചിലിനും ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വളർച്ചയുണ്ടാകും. സാമ്പത്തികമായി ഉന്നതിയും സാമൂഹികമായ അംഗീകാരവും ലഭിക്കും. സദസ്സുകളിൽ ബഹുമാനിക്കപ്പെടും. വികാര വിചാരങ്ങൾ തേച്ചുമിനുക്കി അവതരിപ്പിക്കുന്നതാണ്. 11ാം ഭാവത്തിലെ ശനി പാരമ്പര്യ മഹിമകളാൽ അംഗീകാരം നേടിത്തരും. ധന ഉന്നതിക്കും കാരണമാകുന്നതാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. വളരെ നാളായി കാണാതിരുന്ന വ്യക്തികളെ കാണാൻ അവസരം ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് മേഖലകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരികമായി ഉന്മേഷം അനുഭവപ്പെടുന്ന കാലമാണ്. ആത്മവിശ്വാസം ഉയരുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ മടി കാണിക്കില്ല. മിഥുനക്കൂറുകാർക്ക് പ്രമുഖ വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും. പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് 11ലെ ശനി കാര്യതടസ്സം നീക്കി ലക്ഷ്യം നേടിക്കൊടുക്കും. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പുരോഗതി ഉണ്ടാകും. പലതരം സുഖഭോഗങ്ങൾ അനുഭവത്തിൽ വരും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ്. സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും. മിഥുനക്കൂറുകാർക്ക് ശനിയും രാഹുവും തൊഴിലിൽ ആലസ്യം സൃഷ്ടിച്ചേക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി, വ്യാഴം, ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂലത്തിൽ അല്ലാത്തതിനാൽ വ്യക്തിപരമായും തൊഴിൽപരമായും പിരിമുറുക്കം അനുഭവപ്പെടും. ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. സംഘടനകളിൽ മുന്നേറ്റം ഉണ്ടാക്കാനാവില്ല. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ വിരോധത്തിന് പാത്രമായേക്കും. കച്ചവടക്കാർ നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ ഊർജിത ശ്രമം നടത്തും. തൽക്കാലം കൂടുതൽ പണം മുടക്കുന്നത് ഉചിതമല്ല. ശുക്രൻ, ചൊവ്വ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പിടിച്ചു നിൽക്കാൻ കരുത്തു പകരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള ആഗ്രഹം സഫലമാകും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ അതിജീവിക്കും. വ്യവഹാരത്തിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയജീവിതത്തിൽ സ്വച്ഛത കൈവരും. കുടുംബത്തിൽ സമാധാനം സാമാന്യമായിരിക്കും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതാണ്. പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് പലതരം ആശങ്കകൾ ഉണ്ടാകും. പ്രായോഗികമായി ചില തടസ്സങ്ങൾ വരുന്നതാണ്. ലക്ഷ്യം നേടാനായി കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. സഹപ്രവർത്തകരുടെ ഉപദേശം ഗുണം ചെയ്യും. ഭൂമിയോ വീടോ വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. കടം വാങ്ങി കച്ചവടത്തിൽ മുടക്കുന്നത് വിപരീത ഫലം സൃഷ്ടിക്കുന്നതാണ്. രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം ഉണ്ടാകും. സർക്കാരിൽ നിന്നുള്ള അനുമതികൾ വൈകിയേക്കും. സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. ആഭരണങ്ങളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വാങ്ങുവാൻ ധനം ചെലവഴിക്കും.
വിവാഹാലോചനകളിൽ തീരുമാനം ആകും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പൊതുവെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുന്നതാകും ഉചിതം. തൊഴിൽ രംഗത്ത് വളർച്ച പ്രതീക്ഷിക്കാം, എങ്കിലും വിപുലീകരണത്തിന് ശ്രമിക്കരുത്. വാക്സ്ഥാനത്ത് ചൊവ്വയും കേതുവും യോഗം വരികയാൽ സംഭാഷണം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. കുടുംബത്തിൽ സ്വൈര്യവും സമാധാനവും കുറയുന്നതായി തോന്നും. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടാൻ വിഷമിക്കും. ചെലവിൻ്റെ കാര്യത്തിൽ മിതത്വം വേണ്ട സമയമാണ്. വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. പഠന താൽപ്പര്യങ്ങൾക്ക് തടസ്സം സംഭവിക്കില്ല. രാഹുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി വിഷാദ ചിന്തകൾ സൃഷ്ടിക്കുന്നതാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വാസം കുറയുകയും പരാജയഭീതി കൂടുകയും ചെയ്യും. സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനത്ത് ജോലിക്ക് ശ്രമിച്ചാൽ നടക്കുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വ്യാപാരത്തിലെ കരുനീക്കങ്ങൾ ഫലവത്താകുന്നതാണ്. ഔദ്യോഗികമായി ഗുണമുണ്ടാകുന്ന കാലമാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം ഉണ്ടാകും. എന്നാൽ രാഹു കേതുക്കളും ചൊവ്വയും അനുകൂല സ്ഥാനങ്ങളിൽ അല്ലാത്തതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. വാക്കും കർമ്മവും പൊരുത്തപ്പെടാതെ വിഷമിക്കുന്നതാണ്. കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും കയർത്തു സംസാരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. വ്യവഹാരങ്ങൾ പിന്നെയും നീളുന്നതാണ്. പുതിയ ജോലിക്കായി കാത്തിരിപ്പ് അനിവാര്യമാകും. തീർത്ഥാടനത്തിന് യോഗമുണ്ട്. വിദേശത്തു നിന്ന് സന്ദേശങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കും. വയോജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും വ്യാഴവും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായി വളർച്ചയും നേട്ടവും ഉണ്ടാകും. പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുവാനാകും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിച്ചേക്കും. ഉദ്യോഗസ്ഥർക്ക് രമ്യമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. കരാർ പണികൾ നീട്ടിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തുടർച്ച വന്നെത്തുന്നതാണ്. 7ലെ രാഹുവും 8ലെ ശനിയും പ്രണയം, ദാമ്പത്യം എന്നിവയെ സാരമായി ബാധിച്ചേക്കാം. ദമ്പതികൾക്കിടയിൽ കലഹവാസന ഉണ്ടാകാം. ചൊവ്വയും കേതുവും ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകാരിക പിരിമുറുക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സിനിമ, സീരിയൽ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്കും ഔഷധ വ്യാപാരികൾക്കും അനുകൂല സമയമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും വ്യാഴവും അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും. തൊഴിലിൽ അഭിവൃദ്ധിയും വരുമാനത്തിൽ വർധനവും ഉണ്ടാകും. ജോലി തേടുന്നവർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതല ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് വേതനം വർദ്ധിക്കും. വ്യാപാരികൾക്ക് വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞേക്കും. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വൈദ്യസഹായം വേണ്ടി വന്നേക്കും. ദുഷ്ടചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. 7ലും 8ലും സഞ്ചരിക്കുന്ന രാഹുവും ശനിയും പലതരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പ്രണയികൾക്ക് നിരാശയും ദാമ്പത്യത്തിൽ സൂര്യക്കേടും ഉണ്ടാകും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ആദിത്യൻ വ്യാഴവുമായി യോഗം വരുന്നത് ഗുണകരമാണ്. മനസ്സാക്ഷിയുള്ളവരുടെ സഹകരണം കൈവരുന്നതായിരിക്കും. തൊഴിലിടത്തിൽ ആശ്വാസം ഭവിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെയ്യുന്ന ജോലിയിൽ ചിങ്ങക്കൂറുകാർ നേട്ടങ്ങളുണ്ടാക്കും. പദവിയിൽ ഉയർച്ചയുണ്ടാകും.
വ്യാപാര രംഗം പുഷ്ടിപ്പെടുന്നതാണ്. കന്നിക്കൂറുകാർക്ക് അക്കാര്യത്തിൽ പൂർണ്ണ വിജയം നേടാനായേക്കില്ല. ജന്മരാശിയിലെ കേതുവും ചൊവ്വയും ചിങ്ങക്കൂറുകാരെ അസ്വസ്ഥരാക്കും. ആരോഗ്യകാര്യത്തിൽ നല്ല കരുതൽ വേണം. പ്രണയികൾ കലഹിക്കാൻ ഇടയുണ്ട്. കന്നിക്കൂറുകാർക്ക് ദാമ്പത്യത്തിലും സൗര്യമുണ്ടാവില്ല. രാഹു അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കന്നിക്കൂറുകാർക്ക് ശത്രുബാധ, കടക്കെണി എന്നിവയിൽ നിന്നും ആശ്വാസം അനുഭവപ്പെടും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിടത്തിൽ സമാധാനമുണ്ടാകും. ന്യായമായ പുരോഗതി ദൃശ്യമാകുന്നതാണ്. വ്യാപാര രംഗത്ത് വലിയ ഉന്മേഷം പ്രതീക്ഷിക്കേണ്ടതില്ല. സീസൺ ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. മേലധികാരികളിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടാകും. ശുക്രൻ്റെ അനുകൂല ഭാവങ്ങളിലെ സഞ്ചാരം ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകും. സുഹൃത്ത് ബന്ധം ദൃഢമാകുന്നതാണ്. പരീക്ഷാഫലം ഒട്ടൊക്കെ പ്രതീക്ഷിച്ചതുമാതിരി തന്നെയായിരിക്കും. 6-ാം ഭാവത്തിലെ രാഹു രോഗചികിത്സ ഫലപ്രദമാകും. കടബാധ്യത കുറയുന്നതാണ്. കേതുവും ചൊവ്വയും 12-ൽ ഒരുമിക്കുന്നതിനാൽ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ഇഷ്ടമില്ലാത്ത യാത്രകൾ വേണ്ടി വന്നേക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കാര്യനിർവഹണം സുഗമമാകും. ആദ്യത്തിന് അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ ആയതിനാൽ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അനുമതി രേഖകൾ വൈകാൻ ഇടയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അനിഷ്ടം ഉണ്ടായേക്കാം. ചൊവ്വയും കേതുവും 11-ൽ വരുന്നതിനാൽ നിഗൂഢമായി ധനം സമ്പാദിക്കും. ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. സഹോദര ആനുകൂല്യം ലഭിക്കും. കന്നിക്കൂറുകാർക്ക് കാര്യങ്ങൾ ഒട്ടൊക്കെ ഗുണകരമായേക്കും. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ഭോഗാനുഭവങ്ങൾ ഉണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിച്ചേക്കും. നവസംരംഭങ്ങളിൽ വിജയം ഭവിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിടത്തിൽ അലോരസവും ഈർഷ്യവും ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് ഓഫീസിൽ തന്നെ വിരോധികൾ വരാൻ ഇടയുണ്ട്. കുടുംബകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. സന്താനങ്ങളുടെയോ പേരക്കുട്ടികളുടെയോ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനാകും. 5-ലെ രാഹു ചില കാര്യങ്ങളിൽ അവ്യക്തത വരുത്തും. സന്നിഗ്ധാവസ്ഥയും ഉണ്ടാകുന്നതാണ്. ശനിയുടെ ഇഷ്ടസ്ഥിതിയാൽ നേട്ടങ്ങൾ അനുഭവിക്കാനാകും. കടബാധ്യത കുറയ്ക്കാനാകുന്നതാണ്. 11-ാം ഇടത്തിലെ കേതു ചൊവ്വ സംഗമം വളരെയധികം ഗുണം ചെയ്യും. തീവ്രമായി ആഗ്രഹിക്കാത്തവ പോലും സഫലമാകും. സൈനിക അർദ്ധസൈനിക മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. അപ്രതീക്ഷിതമായി പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ചിട്ടി, ലോട്ടറി, ഓഹരി വിപണി എന്നിവയിൽ നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് അവസരങ്ങൾ അനുകൂലമാണ്. ധനവരവ് മോശമാകില്ല. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഭവിക്കുന്നതാണ്. 5-ാം ഭാവത്തിലെ രാഹു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. 6-ലെ ശനി നേട്ടങ്ങൾ സമ്മാനിക്കും. ഭൂമി വ്യാപാരം ലാഭകരമാകുന്നതാണ്. കർഷകർക്ക് നല്ല ആദായം കിട്ടും. വൃശ്ചികക്കൂറുകാർ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വാഗ്ദാനങ്ങൾ ജലരേഖകളാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മതിയാകും. രോഗീ പരിചരണം, ജീവകാരുണ്യം തുടങ്ങിയവയ്ക്ക് സമയം കണ്ടെത്തും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യക്ഷത്തിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത സ്ഥിതിയാണ്. അതിനാൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ ആവാത്ത സാഹചര്യം ആണ്. സഹജമായ കഴിവുകളും ജന്മസിദ്ധമായ ഈശ്വരാനുഗ്രഹവും ഉപാസനാബലവും കുടുംബദേവത പരദേവതാ പ്രീതിയും തുണയായി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധ്വാനം കൂടുന്നതാണ്.
പുതിയ ദൗത്യങ്ങൾ നിറവേറ്റുക ശ്രമകരമായേക്കും. ബിസിനസ് യാത്രകളിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കമ്മീഷൻ ഏജൻസി മേഖലകൾ ലാഭകരമാകും. ചില അത്യാവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് പണയമോ മേൽപ്പണയമോ വേണ്ടി വരുന്നതാണ്. വിദേശത്ത് പോകാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ലോൺ ബാങ്കിൽ പരിഗണിക്കപ്പെടും. വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം. അകാരണമായ ഭീതി മനസ്സിനെ അലോരസപ്പെടുത്തും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ ഇടപാടുകളിൽ കാലതാമസം നേരിടും. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥലമാറ്റം വൈകുന്നതാണ്. രണ്ടു ദിക്കിൽ ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ആ സ്ഥിതി തുടരേണ്ടി വരും. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കിടയിൽ തർക്കങ്ങൾ ഉടലെടുക്കും. രാഹുവും ശനിയും 4ഉം 5ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് ചഞ്ചലമാകും. ആലോചനകൾ തീരുമാനങ്ങളാകാൻ വൈകും. പക്വതയില്ലാത്ത തീർപ്പുകൾ കൈകൊള്ളുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. പഴയ കടങ്ങൾ സ്വൈര്യക്കേടുണ്ടാക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപിന്തുണ കുറയും. പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ സാമാന്യം അനുകൂലമാണ്. ജീവിതം സ്വസ്ഥതയിലേക്ക് നീങ്ങുന്ന കാലമാണ്. ചെയ്തു പോരുന്ന തൊഴിലിൽ തുടരാൻ തീരുമാനിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള നിയമനം കിട്ടും. വ്യാപാരികൾക്ക് പെട്ടെന്ന് ലാഭം വർദ്ധിക്കും. ദൂരദിക്കിലായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടും. പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരം പ്രതീക്ഷിക്കാവുന്നതാണ്. രാഹുവിൻ്റെ 3ാം ഭാവത്തിലെ ഇഷ്ടസ്ഥിതി 4ാം ഭാവത്തിലെ കണ്ടകശനി ദോഷത്തെ തടയാൻ പര്യാപ്തമാണ്. ഗ്രഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കാൻ കഴിഞ്ഞേക്കും. 9ലെ ചൊവ്വ കേതു സംഗമം പിതാവിന് ക്ലേശങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. കർമ്മരംഗം ഉത്സാഹഭരിതമാകും. തടഞ്ഞുകിടന്ന വരുമാന മാർഗങ്ങൾ തുറന്ന് കിട്ടുന്നതാണ്. നവസംരംഭങ്ങളുടെ ആസൂത്രണം പുരോഗമിക്കും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക മേഖലയിൽ ഉപരിപഠനം സാധ്യമാകുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ കൂടിയാലോചനകളിലൂടെ പരിഹരിക്കും. പരസഹായം കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഭംഗിയായി പരിഹരിക്കും. പഴയ വീട് പുതുക്കി പണിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾ, മാതാവ് എന്നിവർക്ക് സുഖം കുറഞ്ഞ കാലമായിരിക്കും. സന്താനങ്ങളുടെ ഭാവി സംബന്ധിച്ച് കാര്യങ്ങളിൽ ശുഭലക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക നിലവാരം ഉയരുകയും ജീവിത സാഹചര്യം മെച്ചപ്പെടുകയും ചെയ്യും. നീതിബോധത്തോടെ കാര്യനിർവഹണത്തിൽ മുഴുകാനാകും. തൊഴിലിടത്തിൽ സമാധാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും. മകരക്കൂറുകാർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. വൃദ്ധജനങ്ങളുടെ പരിചരണത്തിന് സമയം കണ്ടെത്തും. ബന്ധുകലഹത്തിൽ ഇടപെടുന്നത് പഴി കേൾക്കാൻ ഇടവരും. പാപഗ്രഹങ്ങൾക്ക് സ്വാധീനം കൂടുന്ന കാലമായതിനാൽ സകല കാര്യങ്ങളിലും കരുതലുണ്ടാവണം. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കലാപ്രവർത്തനം അംഗീകരിക്കപ്പെടും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങൾ കൂടുതലും അനുകൂല ഭാവത്തിൽ അല്ല എങ്കിലും ജീവിതം കൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ശനിയുടെയും ശുക്രൻ്റെയും അനുകൂലത പല കാര്യങ്ങളും ഉള്ളംകൈയിലെത്തിക്കുവാൻ പര്യാപ്തമാണ്. തടസ്സങ്ങളെ അകറ്റി നിർത്തും. ജോലിക്കായുള്ള പരിശ്രമം ഫലവത്താകും. വാക്സ്ഥാനത്തെ രാഹുവിൻ്റെ സ്ഥിതി മൂലം മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും കളവ് പറയേണ്ടി വരും. ആദിത്യൻ കൂടുതൽ അനുകൂലമായതിനാൽ സർക്കാർ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. 6ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം സമൂഹം അംഗീകരിക്കുന്നവർ ശത്രുക്കളാകാൻ ഇടയുണ്ട്. ബുധസഞ്ചാരം അനുകൂലവും പ്രതികൂലവും ആണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ വ്യക്തത ഉണ്ടാവില്ല.
അഷ്ടമത്തിലെ ചൊവ്വ കേതു യോഗം ശുഭഫലങ്ങൾ സൃഷ്ടിക്കുന്നതല്ല. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചൊവ്വ കേതുവുമായി യോഗം ചെയ്യുന്നതിനാൽ ദുർജനങ്ങളുമായി കൂട്ടുകെട്ടുണ്ടാവും. വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത അനിവാര്യമാണ്. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ അധിക വായ്പ സ്വീകരിക്കുന്നത് ആസന്ന ഭാവിയിൽ ദോഷമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബ ഭദ്രതയ്ക്കായി ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. പുത്രന് പരീക്ഷാ വിജയത്തിനായുള്ള ഉപഹാരം എന്ന നിലയിൽ വാഹനം വാങ്ങി നൽകും. കൂട്ടുത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്തുന്ന സഹപ്രവർത്തകരോട് വിയോജിക്കും. ആഡംബര ചെലവുകൾക്ക് നിയന്ത്രണം വേണം. പാരമ്പര്യ വസ്തു വിൽക്കാൻ ശ്രമം തുടരുന്നതാണ്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടി വരും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ രാഹു ചില പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയേക്കും. 2ാം ഭാവത്തിലെ ശനി മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ കള്ളം പറയുവാൻ പ്രേരിപ്പിക്കും. ധനപരമായി കൃത്യതയുണ്ടാകണം. 7ാം ഭാവത്തിലെ ചൊവ്വായും കേതുവും പ്രണയത്തിൽ ഭിന്നസ്വരങ്ങൾ ഉയർത്തും. ദുശാഠ്യവും പിടിവാശിയും കുടുംബജീവിതത്തിൽ സ്വൈര്യക്കേടുണ്ടാക്കും. ക്ഷേത്ര ദർശനം കൊണ്ട് മനസ്സ് ശാന്തമാക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിൻവാങ്ങും. ശത്രുക്കളുടെ ഉപജാപങ്ങൾ ഫലിക്കുന്നതാണ്. 5ാം ഭാവത്തിലെ വ്യാഴം ദുരിതങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതാണ്. ആഗ്രഹിച്ച വിഷയങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഫലിക്കുന്നതാണ്. ധ്യാനം, യോഗ മുതലായവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു കുംഭൻ രാശിയിൽ പൂരുരുട്ടാതിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികമായി ആലസ്യം അനുഭവപ്പെടുന്നതാണ്. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കില്ല. ഏകാഗ്രത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യാഥാർത്ഥ്യബോധം കുറയുന്നതാണ്. ചിലപ്പോൾ കഠിനമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തേക്കും. ജോലിയിൽ അസംതൃപ്തി ഉണ്ടാകും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. വരുമാന മാർഗത്തിൽ കുറവ് ഉണ്ടായേക്കും. ബന്ധുജനങ്ങളുടെ ദാർഢ്യത്തിൽ അയവുണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം ജീവിതത്തെ സന്തുലിതമാക്കും. സന്താനങ്ങളുടെ ശ്രേയസ് ആശ്വാസമേകുന്നതാണ്. ഉപാസനകൾക്ക് തടസ്സം നേരിടില്ല. വിവാഹാലോചനകൾ ശുഭ തീരുമാനത്തിലെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും രാഹു 12ലും സഞ്ചരിക്കുന്നു. അനാവശ്യ യാത്രകൾ വേണ്ടിവരും. ദുർവ്യയത്തിനും പതനഭയത്തിനും സാധ്യതയുണ്ട്. ശാരീരികവും മാനസികമായ ക്ലേശങ്ങളും ആലസ്യവും അനുഭവപ്പെടും. നേട്ടങ്ങൾക്ക് കുറവ് സംഭവിക്കും. ഉദ്യോഗസ്ഥർക്ക് നേട്ടമുണ്ടാകും. മേലധികാരികൾ നിലപാടുകളെ അംഗീകരിക്കും. 6ാം ഭാവത്തിലെ കേതുവും ചൊവ്വയും പല തടസ്സങ്ങളെയും മറികടക്കുന്നതിന് കരുത്താകും. സംഘടനകളിൽ സ്വാധീനമുറപ്പിക്കുവാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുവാനാവും. ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. വ്യാപാരത്തിൽ വിജയം വരുന്നതാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. കർമ്മരംഗത്ത് സമാധാനം അനുഭവപ്പെടും. പ്രോജക്റ്റുകളുടെ നടത്തിപ്പിൽ വിജയിക്കുന്നതാണ്. ശക്തമായ മറുപടിയിലൂടെ പൊതുപ്രവർത്തകർ ആരോപണങ്ങളെ മറികടക്കും. ജന്മത്തിലെ ശനിയും 12ൽ രാഹുവും പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളുണ്ടാക്കും. ആരോഗ്യപരമായി ശ്രദ്ധ പുലർത്തണം. ദുശീലങ്ങൾ അധികരിക്കാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ നിയന്ത്രണം വേണം. ചൊവ്വയും കേതുവും 6ാമിടത്തിൽ യോഗം ചെയ്യുന്നത് പല നിലയ്ക്കും ഗുണകരമാണ്. വ്യവഹാര വിജയവും ഭൂമിലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുകയും സമൂഹത്തിൽ മാന്യത നേടുകയും ചെയ്യും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.